അങ്ങനെ കൊണ്ടൽ കണ്ടു. അപ്പോഴേ ഈ ഓണത്തിന് 3 സിനിമകളാണ് പ്രധാനമായിട്ടും ഇറങ്ങിയത്. ഈ പ്രധാനമായിട്ടെന്ന് പറയുമ്പോൾ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ ആസിഫ് അലിയുടെ കിഷ്കിന്ധാകാന്ഡം, പിന്നെ നമ്മുടെ ടൊവിനോയുടെ ARM, പിന്നെ നമ്മുടെ പെപ്പയുടെ കൊണ്ടൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ കൊണ്ടൽ ആദ്യം കണ്ടത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോയ കേട്ടോ. അവിടെ ഈ ഒരു സിനിമ മാത്രമേ ഉള്ളായിരുന്നു. അവിടെ ARM ഇല്ല, പിന്നെ നമ്മുടെ കിഷ്കിന്ധാകാന്ഡം, ഈ 2 സിനിമകൾ ഇല്ലായിരുന്നു. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസിനാണ് ഞാൻ പോയത്. അപ്പോൾ എന്തായാലും ഓണത്തിന് ഇറങ്ങിയ സിനിമയല്ലേ, ഇതും കൂടെ കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സിനിമ കണ്ടു. സിനിമ കണ്ടിട്ട് ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല എഫേർട്ട് എടുത്തൊരു സിനിമയാണ് കേട്ടോ. അജിത് മാമ്പള്ളിയാണ് സിനിമ ഡയറക്ടർ. ഞാൻ അദ്ദേഹത്തിൻ്റെ ബയോ നോക്കിയ സമയത്ത് കുറച്ച് സിനിമകളുടെയൊക്കെ AD ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ഫിലിമാണെന്ന് തോന്നുന്നു കേട്ടോ. തെറ്റുണ്ടെങ്കിൽ തിരുത്തിയേരെ. അപ്പോഴേ നമ്മുടെ NH66 വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഞാൻ കൊല്ലത്തുനിന്ന് വണ്ടി ഓടിച്ചാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. കുറേ നല്ല കട്ട ബ്ലോക്ക്, നിങ്ങൾക്ക് അറിയാമല്ലോ, റോഡ് പണിയാണ്, കട്ട ബ്ലോക്ക്, ക്ലച്ച് ചവിട്ടി വയ്യ കേട്ടോ. അവസാനം വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് ഒരു വല്ലാത്ത ഡിസ്റ്റർബൻസ് അവസ്ഥയിലാണ് ഞാൻ തിയേറ്ററിനകത്തേക്ക് കയറിയത്. പക്ഷേ സർപ്രൈസിംഗ്ലി സിനിമ തുടങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മളെ പെട്ടെന്ന് അങ്ങോട്ട് ഹഠാത് ആകർഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. കാര്യം സിനിമ ഇങ്ങനെ വേണം സിനിമ തുടങ്ങാനായിട്ട്. അതായത് നമ്മൾ വേറൊരു മൂഡിലായിരിക്കും തിയേറ്ററിനകത്തേക്ക് കയറി ചെല്ലുന്നത്, പക്ഷെ പെട്ടെന്ന് തന്നെ സിനിമ നമ്മളെ കയ്യിലെടുക്കുന്ന ഒരവസ്ഥയായിരുന്നു സിനിമ കണ്ടത്. ഓക്കെ, അപ്പോൾ 5 തെങ്ങ് മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾ, പിന്നെ അവിടെ ഒരു സ്റ്റീഫൻ മുതലാളിയുണ്ട്. അപ്പോൾ സിനിമയുടെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള അന്തർധാര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സിനിമ ആണ് മനസ്സിലാവും. അതായത് എവിഡൻ്റ് ആയിട്ട് ഇവർ തമ്മിലുള്ള പ്രശ്നം ക്ലിയർ ആയിട്ട് സിനിമയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സിനിമ കണക്റ്റ് ആവുന്നുണ്ട്. ആ ഒരു പ്രശ്നം കൃത്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സിനിമ നന്നായിട്ട് അങ്ങോട്ട് കയറും, നമ്മുടെ ഉള്ളിലോട്ട് കയറും കേട്ടോ. അപ്പോൾ അങ്ങനെ സിനിമ തുടങ്ങി. ഓക്കെ, പെപ്പയാണ്. സ്വാഭാവികമായിട്ട് നമ്മളൊരു കിൻഡിലിടിയൊക്കെ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ ഓണത്തിന് RDX വന്നു, അത് ഗംഭീരമായിട്ട് പോയി. അപ്പോൾ ഈ സിനിമ ഞാൻ പറഞ്ഞല്ലോ, ക്ലിയർ എവിഡൻറ്റ് സാധനം ഉള്ളത് കൊണ്ട് പെപ്പയുടെ ഇൻട്രോ കഴിഞ്ഞിട്ട് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അവിടെ പെപ്പയ്ക്ക് ഒരു വലിയ ഒരു മാസ് എലിവേഷൻ തന്നെ കൊടുക്കണമായിരുന്നു. കാര്യം സിറ്റുവേഷൻ വെരി വെരി ക്ലിയർ. തിയേറ്ററിൽ കൈയടിക്കാൻ പാകത്തിലുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഡയറക്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള സാധനത്തിനകത്ത് പെപ്പെ വരുന്നു. BGM ഓക്കെ ഫീൽ എന്ന് പറയാം. പിന്നെ ഫൈറ്റ് കൊറിയോഗ്രാഫിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതും ഓക്കെ. അപ്പോൾ അതങ്ങോട്ട് കയറിയില്ല. കാര്യം നമ്മളിപ്പം RDXൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി വെച്ച് നോക്കുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു നമുക്ക്. ആ ഒരു അങ്ങനത്തെ സീക്വൻസുകൾ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഹീറോ ഒരു ഫീൽ കിട്ടും. അപ്പോൾ അത് പക്ഷേ ആ തുടക്കത്തിലുള്ള ഫൈറ്റിൽ കിട്ടിയില്ല. പക്ഷേ അത് അവർക്ക് നന്നായിട്ട് ഉപയോഗിക്കായിരുന്നു. പക്ഷേ അതവർ ഉപയോഗിച്ച് ഇല്ല എന്ന് തന്നെ തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫാമിലി സീക്വൻസ് ഒക്കെ വരുന്നു. അപ്പോൾ അവിടെ ഈ സെൻറ്റിമെൻറ്റ്സ് സിനിമ ത്രൂ ഔട്ട്, ഞാൻ മൊത്തമുള്ള കാര്യം പറയട്ടോ, സെൻറ്റിമെൻറ്റ്സ് വരുന്ന സമയത്ത് സിനിമയുടെ തുടക്കത്തിൽ ഒരു ഫ്ലൂട്ട്, അതായത് ഓൾറെഡി നമുക്ക് സിറ്റുവേഷൻ കണക്റ്റഡ് ആണ്, നമുക്കത് മനസ്സിലാവും. ഓക്കെ, ഇതാണ് കാരണം, അപ്പോൾ അതുകൊണ്ട് നമുക്കത് കണക്റ്റഡ് ആണ്. പക്ഷെ അവിടെ ഒരുമാതിരി സീരിയൽ ലെവലിൽ ഫ്ലൂട്ട് വെച്ചിട്ടൊരു BGM ഉണ്ട്, ഓൾറെഡി ഒരു ബീറ്റ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ബീറ്റ് മതി ശരിക്കും ആ സീക്വൻസിന്. പക്ഷേ ഇവിടെ ഫ്ലൂട്ട് വെച്ചിട്ടൊരു സാധനം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അതങ്ങോട്ട് സുഖിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു പുതിയ ടീമിൻ്റെ ഇൻട്രോ ആണ് സിനിമയിൽ കാണിക്കുന്നത്. ഒരു വലിയൊരു ഗ്യാങ്ങിൻ്റെ ഇൻട്രോ ആണ് കാണിക്കുന്നത്. അവിടെയും ഒരുമാതിരി ഒരു BGM അടിച്ചടിച്ചടിച്ച്, അതായത് സിറ്റുവേഷനായിട്ട് അങ്ങോട്ട് മാച്ച് ആവാത്തൊരു BGM ആയിട്ട് തോന്നി. അപ്പോൾ അതങ്ങോട്ട് സുഖിച്ചില്ല കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ കണ്ടുവരുമ്പോൾ ഒരു ട്രാവൽ വ്ലോഗ് കാണുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഈ ബോട്ടിൽ പോകുന്ന ആൾക്കാർ, നടുക്കടലിലേക്ക് ബോട്ടിൽ ജീവൻ പണയം വെച്ച് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അവരുടെ ഭക്ഷണം, പിന്നെ അവർ ടോയ്ലറ്റിൽ പോകുന്ന കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു സീക്വൻസ് ആണ്. നമുക്കൊരു ട്രാവൽ വ്ലോഗ് കണ്ടുപോകുന്ന പോലെ പോകാം. പക്ഷെ അവിടെ നമ്മൾ എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീമിൻ്റെ ഗ്രാഫിക്സ് ആളുകളാണ് കേട്ടോ. അവർ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റ്, മലയാള സിനിമയാണല്ലോ, അപ്പോൾ ബഡ്ജറ്റ് എന്തായാലും താരതമ്യേന കുറവായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും നന്നായിട്ട് തന്നെ ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോഴത്തേക്ക് കൊള്ളാം കേട്ടോ, പൊളിയാണ്, ആ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ ഈ ബോട്ടിൻ്റെയൊക്കെ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ട് അത് വെച്ച് ഷൂട്ട് ചെയ്ത് കാണിക്കുമല്ലോ, എനിക്ക് ഇടയ്ക്കൊക്കെ അങ്ങനെ തോന്നിയായിരുന്നു. അപ്പം അതായത് ഒരു ഷൂട്ട് ചെയ്യുന്നത് ഒരു ചെറിയൊരു ഏരിയ ആയിരിക്കും, പക്ഷേ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ അതിങ്ങനെ വലിപ്പത്തിൽ കാണിക്കും. അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഗംഭീരമായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് കടലിൻ്റെ രാത്രിയുള്ള കടലിൻ്റെ ഒരു ഭീകരാന്തരീക്ഷമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പെപ്പയുടെ കുറച്ച് അതിസാഹസികമായ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവും ഓക്കെ പെപ്പ ഒരു അട്ടാറ് മനുഷ്യനാണെന്ന്. അപ്പോൾ BGM ഒക്കെ അത്യാവശ്യം ഇങ്ങനെ കയറ്റി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ത്രൂ ഔട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അവിടെ വരെ BGM ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ മിസ്മാച്ച് ആയിട്ടാണ് പോകുന്നത്. പക്ഷേ ഒരു സിനിമ ഒരു പകുതിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഈ കടൽ ശാന്തമാവുന്നൊരവസ്ഥ ഉണ്ടല്ലോ, ആ സമയത്ത് ബോട്ട് ഇങ്ങനെ നടന്ന് കുലുങ്ങുന്നു. അപ്പോൾ നമ്മുടെ റൈറ്റ് സറൗണ്ടിലും റിയർ ബാക്കിലും, റിയർ ബാക്ക്, പിന്നെ റിയർ ലെഫ്റ്റ്, റിയർ സറൗണ്ട്, ഇവിടെ ഒരു സൗണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇത് കിട്ടും, അത് വെള്ളത്തിൻ്റെ ആ ഒരു ഒഴുക്കുണ്ടല്ലോ, ആ ഒരു വെള്ളത്തിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആ സാധനം അവിടെ കിട്ടുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ബോട്ടിൻ്റെ ആ ഒരു, അതായത് നമ്മൾ ഡോർ തുറക്കുമ്പം ഒരു സൗണ്ട് കേൾക്കുമല്ലോ, ഈ വിജാഗിരി അങ്ങോട്ട് തുറക്കുന്നൊരു സാധനം ഉണ്ടല്ലോ,
അതുപോലൊരു സാധനം ഇങ്ങനെ കേൾക്കാം. എൻ്റെ മോനെ അത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറേ മിക്സുകൾ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ സറൗണ്ട് ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അറ്റ്മോസ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒബ്ജക്റ്റ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കേൾക്കാൻ പറ്റും. പക്ഷേ ഇത് സറൗണ്ട് ആകുമ്പോൾ മിക്സ് ആയിട്ടേ വരത്തുള്ളൂ, ചാനൽ മിക്സ് ആയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ആ ഒരു സാധനം ഉണ്ടല്ലോ അത് പൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇവരുടെ ഡയലോഗ് സെൻട്രൽ ചാനലിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. ഈ സറൗണ്ടും റിയറിലും ആ ഒരു എഫക്റ്റ് കിടിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ സൗണ്ട് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരുന്നു കേട്ടോ. അത് പൊളിച്ച്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത്രയും ഗംഭീരമായിട്ട് ഈ ബിജിഎം ചെയ്തിട്ട് ഇത്രയും മോശമായിട്ട് ഈ ബിജിഎം ചെയ്തിട്ട് ഈ പുള്ളിക്കാരൻ എങ്ങനെയാണ് ബിജിഎം മോശം എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള കാര്യം കേട്ടോ. പിന്നീട് അങ്ങോട്ട് ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോഴത്തേക്കും ബിജിഎം കയറി വരുന്നുണ്ട്, ഫൈറ്റ് സീക്വൻസിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഫൈറ്റ് സീക്വൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പെപ്പയെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കിൻഡിലടിയാണ്. പക്ഷേ ത്രൂ ഔട്ട് നമുക്കത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്കും നല്ല കീടിലൊരു പഞ്ച് കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ ഞാളെ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ഒരു കാര്യം കാണിച്ചുകൊണ്ട് ഇൻ്റർവെലും കിടിലുമായിരുന്നു. നമുക്ക് ഓക്കെ ഇനി സിനിമ കാണാം, സെക്കൻഡ് ഹാഫ് കാണാൻ വേണ്ടി ഒരു ത്വര അവിടെ കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സിനിമയിൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ രാജ്ബി ഷെട്ടിയെ കാണാനായിട്ട് പറ്റും. ഒരു അന്യഭാഷ നടനാണ് അദ്ദേഹവും. അത്യാവശ്യം നല്ല റോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബോട്ടാണ്. ഈ ബോട്ട് ഒരു ബിഗ് ബോസ് ഹൗസ് പോലാണ്. ഇതിനകത്ത് പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ, അതായത് ഈ ബോട്ടിനകത്തേക്കുള്ള എൻട്രി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പല പല നിഗൂഢമായ ആൾക്കാരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവരുടെ നോട്ടത്തിലൂടെയാണ് ഡയറക്ടർ അത് കൺവേ ചെയ്തേക്കുന്നത്. പെർഫെക്റ്റ്ലി മാച്ചായെന്ന് തന്നെ പറയാം. കാര്യം ഒരാൾ അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്കൊരു നിഗൂഢത തോന്നും, വേറൊരാൾ നോക്കുമ്പോൾ നമുക്ക് ഈ നിഗൂഢത തോന്നും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഈ ബോട്ടിനകത്തുള്ള ആൾക്കാർക്ക് എന്തൊക്കെയോ ഇവരുടെ പാസ്റ്റിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എന്തൊക്കെയോ കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവന്മാർ, കുറച്ച് ഡാർക്ക് ആൾക്കാരാണ് കേട്ടോ. പക്ഷേ സിനിമയുടെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കണ്ട ആൾക്കാരെ അല്ല നമ്മൾ അവസാന ഭാഗത്തേക്ക് കാണുന്നത്. അതൊക്കെ ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നോട്ടത്തിലൂടെ തന്നെ അത് കൃത്യമായിട്ട് അവിടെ എന്താണോ അത് കൺവേ ചെയ്യേണ്ടത് കൺവേ ചെയ്തിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് സിനിമ പോകുന്നുമുണ്ട്, അത് കിടിലുമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ കണ്ട് നമ്മൾ കുറച്ച് ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കും, ആടാ മോനെ നീയാണ് വില്ലനെ നമ്മൾ വിചാരിച്ചിരിക്കും. അങ്ങനെ പോകും. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ സ്രാങ്കായിട്ട് അഭിനയിച്ച ആളാണ്. ഞാൻ അയാളുടെ പേരൊന്നും പറഞ്ഞില്ല, നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അത് ത്രില്ലങ്ങ് പോകും. അപ്പോൾ ഈ സ്രാങ്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലേ അത് ഒരുപാട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥയുടെ ഇതും പോകും. അയാളൊരു സംഭവമാണ് കേട്ടോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, അത് സ്പോയിലറായി പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം പറയുന്നില്ല. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വളരെ നിഷ്കളങ്കനായിട്ട് നിൽക്കുന്ന ഒരാൾ, അതായത് ചതിയുടെയൊക്കെ ഒരു മനുഷ്യരൂപം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കിടിലായിരുന്നു കേട്ടോ. പിന്നെ ക്യാരക്ടർ എടുത്ത ആൾക്കാർ എൻ്റെ അളിയാ കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം. പെപ്പെ തൊട്ടിങ് അവസാനത്തെ ആൾ വരെ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ഓരോ ആൾക്കാരെ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കുള്ളിലുള്ള ഇവരുടെ ഒരു ചതി, ഈ ചതി ഉണ്ടല്ലോ അതിൻ്റെ ഒരു മനുഷ്യരൂപം നമുക്ക് അത് കാണാൻ പറ്റും. പിന്നെ രണ്ട് ഗടാഗടിയന്മാരായിട്ടുള്ള രണ്ട് ആൾക്കാരുണ്ട്, നമ്മുടെ കരിക്കിനകത്തുള്ള പുള്ളിക്കാരനും പിന്നെ വേറെ ഒരു പുള്ളിക്കാരനും. ഓക്കെ, ഇവർ രണ്ടുപേരും ആദ്യം തൊട്ടേ ഒരു ടെറർ മോഡാണ്. സിനിമയുടെ അവസാനം വരെ അവർ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. നമുക്ക് ഒരു രീതിയിലും ഒന്നും തോന്നാത്ത രീതിയിലുള്ള ഒരു ഭീകരത അവർ അവസാനം വരെ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ ഇത് ബിഗ് ബോസ് പോലെയാണ്. അപ്പോൾ എന്താ സംഭവം എന്നറിയോ, ഈ ബിഗ് ബോസിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിനകത്തുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് അടിയിടും, പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ ഇവർ ഒന്നിച്ചിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് പുറത്തേക്ക് ഇവർക്കൊരു ലോകമില്ല. അതുപോലെ തന്നെയാണ് ഈ ബോട്ടിന്റെ അവസ്ഥയും. ഈ നടുക്കടലായതുകൊണ്ട് തന്നെ ഇവർ ഈ ബോട്ടിനകത്ത് കയറിയതുകൊണ്ട് പിന്നെ ഇവർക്ക് ഇതിന് പുറത്തേക്കൊരു ലോകമില്ല, അതിനകത്ത് നിൽക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സിനിമ ഇങ്ങനെ കണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഓക്കെ ചിലപ്പോൾ ഒരു ഫൈറ്റ് ഉണ്ടാകും. ഈ ഫൈറ്റ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നെക്സ്റ്റ് സീൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു നോർമൽ സീനായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നില്ല എടാ ഇവർ ഇങ്ങനെ ഉള്ള ആൾക്കാർ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ആയി എന്നൊക്കെ നമുക്ക് അങ്ങനെ തോന്നൽ വരാത്ത രീതിയിലാണ്. കാര്യം ഈ കടലാണ്, ഈ ബോട്ടിനകത്ത് ഒറ്റയ്ക്കാണ്, അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിനിമയുടെ തുടക്കം തന്നെ ഈ ബോട്ടിൻ്റെ ഒരു അവസ്ഥയൊക്കെ കാണിച്ചത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് കൺവേ ചെയ്ത് പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഓക്കെ ഇത്രയും സാധാരണ പൊതുവെ സിനിമ കാണുമ്പോൾ ഈ ഒരു വലിയ ഫൈറ്റ് സീനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ നായകനും വില്ലനും തമ്മിൽ ഒരു ബന്ധവും കാണത്തില്ല, രണ്ട് വഴിക്കായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവരെല്ലാവരും ഒറ്റ കുടിലിനാണെന്ന് പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ. അപ്പം അത് നമുക്ക് കൃത്യമായിട്ട് കൺവേ ചെയ്ത് പോകുന്നുണ്ട്. നമുക്കൊരു അലോസരപ്പെടുത്താത്ത രീതിയിൽ തന്നെ അത് സിനിമ ഇങ്ങനെ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ക്ലൈമാക്സ് ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം കയറി വരുന്നുണ്ട്. ഷാർക്കിൻ്റെ സീനൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യം ഗ്രാഫിക്സ് ടീം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു എന്ന് തോന്നാത്ത രീതിയിൽ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. കടലിൻ്റെ പല പോർഷൻസും കാണിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മൾ ഭയങ്കര ഇൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവോ ഇത് വെള്ളമല്ല, ഇത് ഗ്രാഫിക്സ് വെച്ച് കാണിച്ചേക്കാം നമുക്ക് മനസ്സിലാവും. പക്ഷേ എന്നിരുന്നാൽ പോലും അത് സിനിമയുടെ ആസ്വാദനത്തെ അങ്ങനെ ബാധിക്കുന്ന രീതിയിലൊന്നും അല്ല ചെയ്തേക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റായിട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ആ ഷാർക്കിൻ്റെ സീനൊക്കെ അടിപൊളിയായിരുന്നു. ഷാർക്കിനൊക്കെ സിനിമയ്ക്കകത്ത് പ്രധാനപ്പെട്ട റോളുണ്ട് കേട്ടോ. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ക്ലൈമാക്സ് പോർഷനിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും BGM അത്യാവശ്യം നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ ഓവറോൾ പറയുകയാണെങ്കിൽ BGM അതുപോലെ തന്നെ ഈ ഹീറോയുടെ എലിവേഷനും നന്നായിട്ട് ചെയ്യാൻ പറ്റും. കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ സ്ക്രിപ്റ്റ് കൊള്ളാം. സ്ക്രിപ്റ്റിനകത്ത് കൃത്യമായിട്ടൊരു ഫൈറ്റ്, ഒരു അടി പൊട്ടുന്ന സാധനം കൃത്യമായിട്ടുണ്ട്. അധികം
അത്രയും വികാരമുണ്ട് ഈ നായകനാണെങ്കിലും വില്ലനാണെങ്കിലും ഒക്കെ ഇവർക്ക് പരസ്പരം അടിക്കാനായിട്ട് അത്രയും വികാരം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹെവി സാധനം വെച്ചാൽ പോലും നമുക്കത് തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. പക്ഷേ അവിടെ സിനിമ ലാക്കായി പോയി. അതായത് സിനിമ കുറച്ചൊന്ന് പുറകിലോട്ട് പോയി. പിന്നെ ഈ ബിജിഎമ്മിൻ്റെ ഈ പ്രത്യേകിച്ച് ഇമോഷണൽ സീക്വൻസ് വരുന്ന സമയത്ത് ഈ ഫ്ലൂട്ട് വെച്ചുള്ള സാധനങ്ങൾ ഒരു സീരിയൽ ലെവലിലേക്ക് അതൊക്കെ പരമാവധി ഒഴിവാക്കി ഒരു നോർമൽ ബീറ്റിൽ പോയായിരുന്നെങ്കിൽ സിറ്റുവേഷൻ കണക്ട് ആവുന്നുണ്ട് നമുക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു നോർമൽ ബീറ്റിൽ പോകുമായിരുന്നെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഈ ഫ്ലൂട്ടിൻ്റെ സാധനം ഒന്നും ഇനി ഇടയ്ക്കോട്ട് കയറ്റി ഒരുമാതിരി നമ്മളെ ആക്കേണ്ട കാര്യം ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു പ്രശ്നമായിട്ട് തോന്നി. പിന്നെ ഈ ഫൈറ്റ് കൊറിയോഗ്രാഫി കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ഈ രാജ്ബീർ ഷിഷിയുടെ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കുറച്ചും കൂടെ ഒരു ആക്ഷൻ മൂഡിലേക്കൊക്കെ പ്ലാൻ ചെയ്യുമായിരുന്നെങ്കിൽ കിടിലായിരുന്നു കേട്ടോ. കാര്യം ഇപ്പോൾ രാജ്ബീർ ഷെട്ടി ആണെങ്കിലും പെപ്പെ ആണെങ്കിലും അവർക്കൊരു എലിവേഷൻ ഉണ്ട്. അവരൊരു വലിയ ഒരു മനുഷ്യനെ പോലെയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് സാധാരണക്കാരാണെങ്കിൽ പോലും ഒരു ഹീറോ എലിവേഷൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. അപ്പം ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ സിനിമ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഗേജ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. പിന്നെ ഇമോഷണലി നമ്മൾ സിനിമയുടെ തുടക്കം നന്നായിട്ട് കണക്റ്റായി. പക്ഷേ പിന്നീട് അങ്ങോട്ട് അതങ്ങ് വിട്ട് പോകും. ജസ്റ്റ് ഇങ്ങനെ കണ്ടിരുന്നിരുന്ന് പോകാവുന്നൊരു രീതിയിലേക്ക് വന്നു. പക്ഷേ ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോഴത്തേക്കും പിന്നെ വീണ്ടും സിനിമ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. കാര്യം ഈ ഒരു എക്സ്പീരിയൻസിൽ കണ്ടാൽ മാത്രമേ അത് ഫീൽ ചെയ്യത്തുള്ളൂ. ഈ സിനിമ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ഫോണിലൊന്നും കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് കയറുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക.